ഹായ് എവരിവൺ, ക്യാൻവയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഈ ഒരു ഷാഡോ, ഈ ഒരു എഫക്റ്റ് നമ്മുടെ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാനിവിടെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ സൈസിലുള്ള ഒരു പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ. എന്നിട്ട് ഞാൻ ആ ഒരു പേജ് ക്ലിക്ക് ചെയ്തിട്ട് കളർ എന്ന ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ കളർ ബ്ലാക്ക് കളറിലേക്ക് ആക്കി കൊടുക്കണം. ഓക്കെ, ഇനി ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾക്ക് വേണ്ട ആ ഒരു വേർഡ് അവിടെ കൊണ്ടുവരാം. അപ്പോൾ നമുക്കിവിടെ ഷാഡോ എന്നാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഷാഡോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു ഷാഡോയിനെ നമ്മൾ ഫോണ്ട് മാറ്റി കൊടുക്കുക. ആൻഡം എന്ന് പറയുന്ന ആ ഒരു ഫോണ്ടിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് ഞാനിവിടെ. ഞാനിവിടെ പോയിട്ട് ആൻഡം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ആ ഒരു ഫോണ്ടിലേക്ക് ഒരു ബ്ലാക്ക് ബോൾഡായിട്ടുള്ള ഒരു കുറച്ച് നീളത്തിലുള്ള ഈ ഒരു ബോണ്ടാണ് കേട്ടോ വേണ്ടത്. ഓക്കെ, അതിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുത്തു. എന്നിട്ട് എനിക്കത് എവിടെയാണ് വേണ്ടതെന്നുള്ള പോലെ ഞാൻ വെച്ച് കൊടുത്തു. ഇനി നേരെ എഫക്റ്റിൽ പോയിട്ട് ഈ സെക്കൻഡ് ലാസ്റ്റ് ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നേരെ അടുത്തൊരു പേജ് ഓപ്പൺ ചെയ്യാം. അടുത്ത പേജ് ഓപ്പൺ ചെയ്യാൻ നമുക്കറിയാം, രണ്ട് പേരിലുകൊണ്ട് ഇങ്ങനെ നടുവിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് ഈ പ്ലസ് കാണുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പേജ് ഓപ്പൺ ആവും കേട്ടോ. അപ്പം അതൊരു ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. ഇനി ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരെ അടിയിൽ ഓപ്ഷനിൽ ഈ ആപ്സ് എന്ന ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് ടൈപ്പ് ക്രാഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആപ്പ് വരും. ഈ ആപ്പാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ആപ്പിൽ പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക കേട്ടോ. അതിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ളൊരു ഭാഗം ഇങ്ങനെ ഉണ്ടാവും. അതിൽ നമുക്ക് ഏത് വേർഡാണ് വേണ്ടതെന്നുള്ളത് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഫോണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഏത് ഫോണ്ടാണ് അവിടെ കൊടുത്തതെന്നുള്ളത് ഇവിടെ കൊടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ ആൻഡ് റെക്കോർഡ് എന്നുള്ളത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് കളറാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗത്തൊന്നും കൊടുക്കണ്ട ഇപ്പോൾ കേട്ടോ. അടുത്തതായിട്ട് കളർ എന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് കളറിലാണ് വേണ്ടത്. അപ്പോൾ വൈറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ടാണ് നമ്മൾ ഈ അടിയിൽ കാണുന്ന ഈ 3 ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാലും, ഒന്ന് നമുക്ക് നേരെ കൊണ്ടുവരാനുള്ളത്, രണ്ടാമത്തേത് നമുക്ക് അടിയിലേക്കാണെന്നുള്ളത്, മൂന്നാമത്തേത് നമുക്ക് സൈഡിലേക്കാണ് നീക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ അടിയിൽ റീസെറ്റ് ഷേപ്പ് എന്ന ഭാഗം കൊടുക്കുക. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് കിട്ടും. ഇനി നമ്മുടെ ഈ ഷാഡോയിന് നമുക്ക് ഷേപ്പ് ആ ഡോട്ടുകളുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചിട്ട് നമുക്ക് മുകളിലേക്കും താഴത്തേക്കൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഷേപ്പ് മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ കാട്ടുന്ന പോലെ ഇത് ഒരു സൈഡിൽ പിടിച്ചിട്ട് നമ്മൾ വലിക്കുമ്പോൾ മറ്റേ സൈഡും കൂടി ഇങ്ങനെ മുകളിലേക്കായിട്ട് വരും. ഇനി അതേപോലെ ഞാൻ ഈ അടിയിലത്തെ ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിങ്ങനെ ഈ ഒരു സൈഡിലേക്കായിട്ട് വലിച്ചു കൊടുക്കണം. ഈ ഒരു രൂപത്തിൽ വെച്ച് കൊടുക്കണം. ഇനി നേരെ നോ മിറർ എന്ന അടുത്ത ഈ ഓപ്ഷനുണ്ട്. മുകളിൽ കാണുന്ന ഈ 3 ഓപ്ഷനിലെ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നടുവിൽ കാണുന്ന ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു ഭാഗം പിടിച്ചിട്ട് മുകളിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഈ ഒരു ഷേപ്പിലേക്ക് ഞാൻ അതിനെ ആക്കി കൊടുക്കണം. എന്നിട്ട് അടിയിൽ കാണുന്ന ഈ ആഡ് എലമെൻറ്റ് ടു ഡിസൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആ ഒരു പേജിലേക്ക് ആ ഒരു ഷാഡോ എന്നുള്ളതിന് നമ്മൾ ആക്കി കൊടുത്ത ആ സ്റ്റൈലിൽ വരും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ പോയിട്ട് അടിയിൽ കാണുന്ന ഈ 3 ഓപ്ഷൻ, ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഞാനിപ്പോൾ ടിക്ക് ഇടുന്ന ഈ ഒരു പോർഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതൊക്കെ പേജാണ് വേണ്ടത്, നമുക്ക് ഈ ഒരു പേജ് മാത്രം മതി. പേജസിൽ പോയിട്ട് പേജ് 2 എന്ന് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇനി ആദ്യം നമ്മൾ ചെയ്ത് വെച്ചാൽ ഈ ഒരു പേജിലേക്ക് പോവാം. എന്നിട്ട് നമ്മൾ അപ്ലോഡിൽ പോയിട്ട് നമ്മളത് ചെയ്ത് വെച്ച് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ അതിവിടെ സേവ് ആയിട്ട് കിടക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ക്യാൻവയിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ അതിനെ കൊണ്ടുവന്നു. ഇനി അതിന് നേരെ നമ്മുടെ ഫ്ലിപ്പ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുത്തിട്ട് തല കീഴായിട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ സൈസ് ഞാനൊന്ന് വലുതാക്കി നമ്മൾ ആ ഒരു ഷാഡോൻ്റെ ആ ഒരു മാച്ച് ആവുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കണ്ടേ. ഇവിടെ ഞാൻ വെക്കുന്നുണ്ട്, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. അത് ജസ്റ്റ് ഞാനൊന്ന് വലുതാക്കിയിട്ട് ആ ഒരു ഡബ്ല്യൂനെ ആ ഒരു ഭാഗത്ത് ഡബ്ല്യൂൻ്റെ ആ ഒരു അതേ മാച്ചായിട്ട് വരുന്ന രീതിയിൽ ഞാനിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, ഞാനൊന്ന് ഇവിടെ വെച്ച് കൊടുത്തു. ഇനി ഇതിന് ഞാൻ നമ്മുടെ ട്രാൻസ്പെറൻസി ഓപ്ഷനിൽ പോവാം. ആ ഒരു ഷാഡോ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അടിയിൽ നമ്മുടെ ഓപ്ഷനിൽ ട്രാൻസ്പെറൻസി എന്ന ഓപ്ഷന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസി ഞാൻ കുറച്ച് 50 ഉള്ള ഒരു ട്രാൻസ്പെറൻസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എലമെൻറ്റ്സ് എന്ന ഓപ്ഷനിൽ പോയിട്ട് സെർച്ച് ബാറിൽ ഗ്രേഡിയൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ ഗ്രാഫിക്സ് എടുത്തിട്ട് നമ്മൾ അടിയിലേക്ക് പോകുമ്പോൾ നമുക്കതിലിങ്ങനെ ബ്ലാക്ക്
നമുക്ക് ഷാഡോ വരുന്ന രീതിയിലുള്ള ഗ്രേഡിയൻറ്റ് കാണാൻ പറ്റും. ഇതാ ഈ കാണുന്നത്. അതിൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഞാൻ അതിൻ്റെ സൈസ് കൂട്ടി കൊടുത്തിട്ട് ഈ ഒരു ലെവലിലാക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി അതിന് ഞാൻ ഈ ഒരു ഷാഡോൻ്റെ ആ ഒരു 2 വേർഡും ഞാനൊന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുത്താൽ സ്പീഡിലൊന്ന് കാണിച്ചാണേ. ഓക്കെ, വലുതാക്കി കൊടുത്തു. എനിക്ക് വേണ്ട രീതിയിൽ വെച്ച് കൊടുത്തു. ഇനി ആ ഒരു ഗ്രേഡിയൻറ്റിനെ ഞാൻ എടുത്തിട്ട് ഇവിടെ എനിക്ക് വേണ്ട രീതിയിൽ വെച്ച് കൊടുക്കണം. ഓക്കെ, ഞാനത് എടുത്തിട്ട് ഇങ്ങനെ നമുക്കതിനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലറാക്കി എടുക്കുന്ന പോലെ, അതിൻ്റെ അടിഭാഗം ഒന്ന് ബ്ലറാവുന്ന പോലെ ഈ ഒരു ലെവലിലാക്കിയിട്ട് വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മളതിനെ സാധാരണ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. അപ്പം എല്ലാവർക്കും താങ്ക് യു.